ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ആംല ഷോർട്സ് ആണ്. അതായത് ആംല ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ് ഇല്ലേ, അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സാധാ നെല്ലിക്ക ജ്യൂസ് അല്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറിനും എൻ്റെ സ്കിന്നിനും വേണ്ടിയിട്ട് ആംല ജ്യൂസ് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. ഇത് ഞാൻ കഴിക്കുന്നത് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടാണ്, മെയിനായിട്ട് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നെല്ലിക്ക മുടിക്ക് വളരെ വളരെ നല്ലതാണ്. മുടി പൊട്ടൽ കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ട്, മുടി കൊഴിച്ചിൽ ഇല്ലാണ്ടാക്കാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ആംല, അതായത് നെല്ലിക്ക. ഈ നെല്ലിക്കയുടെ ജ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ആഴ്ചയിൽ 3 വട്ടമെങ്കിലും കുടിക്കും. 3 ദിവസം ഞാൻ കുടിക്കും. ഡെയിലി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസമാണ് ഞാനിത് കുടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നെല്ലിക്കയാണ്. ഈ ഒരു സൈസിൽ വരുന്ന 3 നെല്ലിക്കയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ നെല്ലിക്ക എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു നെല്ലിക്ക ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ആ ഒരു നല്ല രീതിക്ക് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാനിവിടെ ഒരു 9 to 10 എണ്ണം ഞാൻ ഈ ഒരു 3 നെല്ലിക്കയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 3ഉം വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും. ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്ക് ഇതിനാവശ്യമുള്ളൂ. വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഈ ഒരു രീതിയിൽ കിട്ടുമ്പോൾ നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. കുടിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുടിച്ച് നോക്കാം. ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക് ചെറിയൊരു വയറ്റിനൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബാത്റൂമിൽ പോകാൻ തോന്നുക, ആസിഡിറ്റി, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിത് കുടിച്ച് ശീലമായ എരിവോ പുളിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്കിപ്പോൾ. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് വഴി നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനായിട്ട്, മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. ഇതിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. ഞാനിത് ആഴ്ചയിൽ 3 വട്ടമാണ് കുടിക്കാറ്. അതും രാത്രിയിലായിരിക്കും, ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക. ഡെയിലി കുടിക്കുന്നത് കൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. മുടി വളരാനായിട്ട് ഓയിലും അതുപോലെ തന്നെ മറ്റ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതേപോലുള്ള ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇരട്ടി ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനുള്ളിലൊക്കെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മുടി വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഹെയർ പാക്കൊക്കെ ഇടുന്നത് പോലെ തന്നെ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.